ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ലല്ലോ, ഉറങ്ങാതെ കാണുന്ന സ്വപ്നങ്ങളെന്നല്ലേ. അത് ലാഭം പ്രതീക്ഷിച്ചൊന്നും അല്ല. നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞതും അതാ. ഒരുപാട് പൈസയുടെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അവർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കണക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാം മറുപടി തരുന്നതായിരിക്കും. ഇതെല്ലാം നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി, ഞാൻ ഒരു സാധാരണക്കാരിയാണ്, അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ. എനിക്കറിയണം. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് വ്ലോഗോ ഒന്നുമല്ല. ഇന്നൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാനും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കൊണ്ടുവന്ന ഒന്നും ഞാൻ ഇതുവരെ അത് പൊട്ടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ച് ഒന്ന് പൊട്ടിച്ച് കാണിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടേ. അപ്പൊ വീഡിയോ ഒക്കെ കാണാവേ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇത് ഓൺലൈനായിട്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയൊക്കെ വേണവേ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാവേ. നമുക്ക് നാളെ ഒരു കെട്ടുകൂടുണ്ട് വരാൻ. അപ്പം നമ്മൾ നാളെ ഇത് കിട്ടത്തേ ഉള്ളൂ. അതിന് മുന്നേ ഇതങ്ങ് കാണിച്ചു തരാം. ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം ഇതെങ്ങനാ, എവിടാ, എന്താ എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്ക് വലുതായിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പായി ഇതുപോലെ തുണിക്കച്ചവടമൊക്കെ ചെയ്തതാ. അപ്പൊ അതിന്റെ ചെറിയൊരു പരിചയം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ലല്ലോ, ഉറങ്ങാതെ കാണുന്ന സ്വപ്നങ്ങളെന്നല്ലേ. അതുപോലെ തന്നെ എനിക്ക് കുറെ നാളുകൊണ്ട് എനിക്ക് ഉറക്കമില്ല. ഇത് എങ്ങനെ ചെയ്യണം, എപ്പം ചെയ്യണം, എപ്പം തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. നമുക്കും ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അതാ കാണിച്ചു തരാവേ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നൈറ്റി കളക്ഷൻസ് ആണ്. പുതിയ മോഡൽ നൈറ്റിയാണ് കേട്ടോ ഇത്. പാക്ക് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഡബിൾ എക്സൽ ആണിത്. ഡബിൾ എക്സിന്റെ സൈസ്. ഫുള്ള് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു പുതിയൊരു മോഡൽ നൈറ്റിയാ. ഫുള്ള് കല്ലൊക്കെ വെച്ചിട്ടുള്ളതാണേ. ഇതിൻ്റെത് പല കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കളർ കേട്ടോ. കോട്ടൺ നൈറ്റിയും കൂടാണേ. ഇതെല്ലാം നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ. കളർ വേരിയേഷൻ ഉണ്ട്. നല്ലൊരു കളറാട്ടോ അത്. മെറൂൺ കളറിനകത്ത് ഈ ഡിസൈനൊക്കെ ആയപ്പോ അടിപൊളിയാണ് കേട്ടോ. നല്ല വർക്കുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. അങ്ങനെ തന്നെ നൈറ്റി കളക്ഷൻ അതിന് തന്നെ കുറച്ച് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കളറാണിതാ ഈ ഒരു കളറ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ അടഞ്ഞ കളറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മിക്ക നൈറ്റികളൊക്കെ ഏകദേശം ഈ ഒരു കളർ. ഇപ്പോഴായിരുന്നു ഞാൻ ഇച്ചിരി കൂടെ കളർ കൂടിയ നൈറ്റീസ് ഒക്കെ എടുത്തു തുടങ്ങിയത്. ഇതെന്ന് വെച്ചാല് വർക്കാ, ത്രെഡ് വർക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ കല്ല് വെച്ചല്ല, ത്രെഡ് വർക്ക് ചെയ്ത നൈറ്റി. ഇതും കല്ല് വെച്ചുള്ളതാ. പിന്നെ ഇതെല്ലാം ഫ്രോക്ക് നൈറ്റീസ് ആണ്. അപ്പൊ ഓരോന്നോരോന്ന് നമ്മുടെ ഷോട്ടിലൂടെ കാണിക്കുന്നതാണേ. ഫ്രോക്ക് നൈറ്റി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അത് തന്നെ. ഇത് ബ്ലൗസ് പീസുകളാണ് കേട്ടോ. ഞാൻ ഇത് പ്രത്യേകം മേടിച്ചതാണ്. ഇതിന് മുമ്പേ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. കുറച്ച് സാരിയും കൂടെ എടുത്തിട്ടുണ്ടേ. സാരി ഒന്നും അധികം എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മളെ സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയ രീതിയിലും ക്വാളിറ്റി ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല പട്ട് സാരി കേട്ടോ. ഹെവി വർക്കുള്ള സാരികളാണ്. അത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഈ കോളേജിലും സ്കൂളിലും വർക്കിനൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ, അതും വില കുറഞ്ഞ എങ്കിൽ നല്ല ഐറ്റംസ് ആട്ടോ അത്. അങ്ങനെ എടുത്തിട്ടുണ്ടേ. ഞാൻ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ.
സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കാണ് കേട്ടോ. ഇതാ ഫ്രണ്ടില് ബട്ടനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ കയ്യിലും സ്ലീവിലും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് കാണിക്കുന്നത്. ഇതിന്റെ പല കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. മെറൂണ്, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെയുള്ള ഇത് എക്സലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമേ. ഇതാണ് ഒരു മോഡൽ മാത്രം ഓരോന്നോരോന്ന് കാണിച്ചു പോവാം. അപ്പം വലിച്ചു നീട്ട. ഇതും ആ ഒരു ടൈപ്പ് മോഡലാണെങ്കിലും നമ്മുടെ ഡിസൈൻ ഒക്കെ തുണിക്കകത്ത് ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇത് ഒറ്റ കളർ ആണെങ്കിൽ പോലും ഇതിനകത്ത് നല്ല ഡിസൈൻ വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റമുണ്ട്. രണ്ട് കളറാട്ടോ, സോറി, രണ്ട് കളറല്ല, ഇത് രണ്ടും രണ്ട് ഡിസൈനിലാണ്. പാറ്റേൺ ഒക്കെ ഏകദേശം ഒരേ കണക്കാണെങ്കിലും ഡിസൈൻ മാറ്റമുണ്ട് കേട്ടോ. ഇതിലും നല്ല വെറൈറ്റി കളറുണ്ട്. പിന്നെ അതിന്റെ വേറൊരു വേരിയേഷൻ ആണ് കേട്ടോ. ഇതെല്ലാം ലൈറ്റ് കളറാണ്, നല്ല സൂപ്പർ കളറാണ്. ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാവേ. അപ്പൊ ഇതൊന്നും പൊട്ടിച്ച് കാണിക്കണ്ടല്ലോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, സൂപ്പർ കളക്ഷൻ. ഇതെന്ന് വെച്ചാല് ഫ്രണ്ടിലൊക്കെ ഡിസൈനും ഉണ്ട്. ഫ്രണ്ടിൽ മാത്രമല്ല, താഴെയും കയ്യിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കയ്യിലില്ല ഇതിന്റെ, സോറി, ഫ്രണ്ടിലും താഴെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ നാട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യെല്ലോ. എന്റെ മിക്ക വീഡിയോയിലും എന്റെ അടുത്ത് എപ്പോഴും പറയും, നീ ആ നൈറ്റ് മാറും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഒന്നാണ് കേട്ടോ ഇത് യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ കണക്കിരിപ്പുണ്ട്. മസ്റ്റേർഡ് യെല്ലോ അല്ല, മറ്റേ വേറൊരു മഞ്ഞയല്ല, അതുണ്ട് കേട്ടോ. ഈ ഒരു കളറ്, ഇതൊരു റോസ് കളറാ. ഇത് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന കേട്ടോ. ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിലും. പിന്നെ നമ്മള് സാധാരണ ഫുൾ ലെന്തിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു കളറ്, 2, 3, 4, 5. ഇത് ഏത് പീച്ച് കളറൊന്നും അല്ല കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കളറാട്ടോ. ഇങ്ങനെ കാണിച്ചാലേ കളർ കാണാൻ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് സംഭവം സൂപ്പർ ആട്ടോ. ഇതിപ്പോ എല്ലാം പൊട്ടിക്കണം. പിന്നെ ഈ ഒരു കളറ്. ഇത് നമുക്കൊരു ബണ്ടിൽ വരാനുണ്ട് കേട്ടോ. അപ്പം അതിനകത്തും നമുക്ക് പറ്റിയാണൊക്കെ ഉള്ളത്. ഫുൾ വർക്കുള്ള കേട്ടോ മക്കളെ, ഫുൾ വർക്കുള്ള, ഇത് ത്രെഡ് വർക്കുള്ള നല്ല അടിപൊളിയുള്ള ഡിസൈൻ ആട്ടോ. ഇത് ഫുൾ വർക്കുണ്ട് കേട്ടോ. കോട്ടൺ അല്ല, ഇത് റയോൺ മെറ്റീരിയൽ ആട്ടോ. ഇത് പ്രിന്റഡ് വർക്ക് ഉള്ളതാ. ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 കളറുണ്ട്. റാണി പിങ്ക് ഉണ്ട്. ബ്ലൂ എന്നൊക്കെ പറഞ്ഞാല് നല്ല കടുത്തെ എന്നാ ഒട്ട് വൃത്തിയേടില്ലാത്ത നല്ല അടിപൊളി ഷെയ്ഡാട്ടോ ഇത് 4 വരുന്നത്. മെറൂൺ ഉണ്ട്. ഗ്രീൻ എന്ന് വെച്ചാല് ഈ ഒരു വർക്കാട്ടോ ഇതിനകത്ത് ഫുള്ള് വരുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. നമ്മളെ നെക്ക് പോർഷനിലും വർക്ക് വരുന്നുണ്ട്. ഹിപ്പിന്റെ സൈഡിലും ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. അതിനകത്തും നല്ല അടിപൊളി കളറുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ലാഗ് അടിപ്പിച്ചോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ നാളെ നമ്മൾ ചിന്തിക്കും നമുക്ക് വേണ്ടി എന്തോ ചെയ്തെന്ന്. നമ്മൾക്ക് വേണ്ടി നമ്മളെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി എന്തോ ചെയ്തെന്നുള്ളൊരു ചിന്ത വരണ്ട. കുറെ അതിക്രമിച്ച് സമയമൊക്കെ ഒത്തിരി പോയി. ഇതൊക്കെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ എനിക്ക് വന്ന്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയ, ഒരുപാട് വലിയ ലാഭമൊന്നും ആരും ഒന്നിലും പ്രതീക്ഷിക്കരുത്. നമുക്ക് ചായ കുടിക്കാൻ ഒരു പൈസ ഇതിനകത്ത് കിട്ടണം, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോൾ 10, 20 എടുത്തു കൊടുക്കാൻ പറ്റണം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരും പ്രാർത്ഥന വേണം. ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു 4-5 ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. സോറി, ഇന്നലെ ഞാൻ സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി, എല്ലാം വരുന്നിടത്ത് വെച്ച് എന്നുള്ള രീതിയിലാട്ടോ. അപ്പൊ ശരി, അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഞാൻ നാളെ പൊട്ടിച്ച്, ഇത് വിലയൊന്നും ഞാൻ എഴുതിയിട്ടില്ല, ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇപ്പൊ പൊട്ടിക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് വെച്ച് നോക്കി വിലയൊക്കെ ഇട്ടതിന് ശേഷം നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ ആരും കാണാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ കൂടെ ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എല്ലാം മറുപടി തരും. ഞാൻ ഇത് പ്രത്യേകം പറയാനൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി കുറെ നമ്മൾ തിരക്കുമല്ലോ, തിരക്കുമ്പോഴത്തേക്ക് കുറെ യൂട്യൂബേഴ്സ്മാരെടുത്തും ഇൻസ്റ്റഗ്രാം കുറച്ച് പേരൊക്കെ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. അല്ലാതെ ഈ ഡ്രസ്സിന്റെ നമ്മളൊരു ഇത് ചെയ്യുമ്പം അവരടുത്ത് നമ്മൾ ചോദിക്കുമ്പം ഒരു റിപ്ലൈ പോലും നമുക്ക് തരുന്നില്ല. അല്ലെ ഇത് എങ്ങനെ, എന്താ, ഏതാ ഒന്ന് ചോദിച്ചാൽ ആരും തരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കണക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാം മറുപടി തരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.